കാരണം നമ്മൾ വേൾഡിലെ തന്നെ വെരി ഡേഞ്ചറസ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ ലുക്ല എന്ന് പറയുന്നത് 2019 ലാസ്റ്റ് അവിടെ അപകടങ്ങൾ ഉണ്ടായത്. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു എയർപോർട്ടാണ് ലുക്ല എന്ന് പറയുന്നത്. ഇതുപോലൊരു ഫ്ലൈറ്റിൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് കുഴിയിലോട്ട് ഇറങ്ങിയിട്ട് ഒറ്റ പോക്കങ്ങ് പോവാട്ടോ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അങ്ങനെ 12:45 റെഡിയായി. ഇവിടുന്ന് ഇനിയും ഇത് കാഠ്മണ്ഡു ആണ് സ്ഥലം, കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. ഇവിടുന്ന് ഇനിയും ലുക്കിലേക്ക് പോവാണ്. രാവിലെ ഏർലി മോർണിംഗ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കാഠ്മണ്ഡു നല്ല ഫ്ലൈറ്റ് ഉള്ളത്. ലുക്കിലേക്ക് രാംചേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു 3-4 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് വേണം അവിടെ എത്താൻ. ടാക്സിയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് 7:30 ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ് ലുക്കിലേക്കുള്ളത്. അപ്പോൾ അതിനുവേണ്ടി റെഡിയായി ഇറങ്ങിയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഉറങ്ങിയൊന്നുമില്ല. ഗൈഡ് വന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ രണ്ടുപേരുടെ പോവാണ്. ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് തരും. അതെടുത്തിട്ട് പോവാണ്. അപ്പം ഇനിയും ലുക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള വീഡിയോ ആയിരിക്കും ഇനിയുള്ളത്. അപ്പോൾ ലുക്കിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള എക്സൈറ്റഡിലാണ്. വേൾഡിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഇനി പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഓക്കെ, ഇത് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്രയുണ്ട്. 6 o'clock 7:30 അല്ല 6 o'clock ഫ്ലൈറ്റ്, ലുക്കില ഫ്ലൈറ്റ്. അപ്പോൾ ഈ വണ്ടിയിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് വേറെ ആൾക്കാരുണ്ട്. 1 മണിയായപ്പം അവിടുന്ന് തിരിച്ചതാണ്. ഇപ്പം 4 മണിയായി. ഒരു സ്ഥലത്ത് എത്തി. ഇനിയും കുറേ ദൂരം പോകാനുണ്ട് എയർപോർട്ടിലേക്ക്. ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വാഷ്റൂമിൽ പോകാനും കോഫി അല്ലെങ്കിൽ ടീ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം നിർത്തിയിട്ടിരിക്കുകയാണ്. വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കര വളവും തിരിവും. റോഡൊക്കെ ഭയങ്കര മോശമാണ്. കട്ടറും എല്ലാം കുഴിക്കകത്ത് ഇങ്ങനെ വീണ് വരുന്നത്. ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വണ്ടിയിൽ കിടക്കുന്നത് കുറേ വണ്ടികൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യാനും എവറസ്റ്റിൽ പോകാനും ഉള്ളവരൊക്കെയാണ്. അവരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ഉണ്ട്. അതെടുത്തിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് നോക്കിക്കോണേ. ഇത് കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലാണേ. ഇതൊരു മലയാണേ. ആ മല കണ്ടോ നിന്ന് കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയൊരു മലയാണ്. വലിയൊരു മലയാണ്. ഇതുണ്ട് കണ്ടോ, ഇങ്ങനെ നിന്ന് കത്തിക്കൊണ്ടേ നിൽക്കുന്നു. നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാം. ഈ മല കത്തുന്നുണ്ടോ? ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. ജിഞ്ചർ ടീ ആണ് കുടിച്ചത് ഞാനേ. ഭയങ്കരമായിട്ടും ടയേർഡായി. കാരണം 150 കിലോമീറ്റർ ഉണ്ടേ അവിടുന്ന്. പിന്നെ നേപ്പാളിൽ നിന്ന് ഈ എയർപോർട്ട് വരാൻ. അപ്പോൾ ഇനിയൊരു 50 കിലോമീറ്റർ കൂടി ഇനിയുണ്ട്.
അങ്ങനെ എന്താ രാവിലെ 5:30 ആയപ്പോഴത്തേക്കും രാംചേപ്പ് എയർപോർട്ടിലെത്തി. ഒരു ചെറിയൊരു എയർപോർട്ട് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുപോലെ ചെറിയൊരു എയർപോർട്ടാണ്. ഇതേ അവിടെയൊക്കെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. കണ്ടോ അവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ ഇത് എൻട്രിയാണ്. ആകെ ടയർഡായി. ഒരു മണിക്ക് തിരിച്ചാണ്. 5:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇതുണ്ട് താര എയറാണ്. ഇത് ലുക്കിലേക്കുള്ള ഫ്ലൈറ്റ് താര എയറിൻ്റെയാണ്. കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. എവറസ്റ്റ് പോകാനും ബേസ് ക്യാമ്പ് പോകാനും അന്നപൂർണ്ണ പോകാനും ഒക്കെ ഉള്ളവരാണിത്. കണ്ടോ കുറേ ആൾക്കാരുണ്ട്. രാവിലെ മോർണിംഗ് ആണ് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. രാവിലെ വെതർ അനുസരിച്ച് മാത്രമേ ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പം ഭയങ്കര മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ലോകത്തിലെ തന്നെ വേൾഡിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയ എയർപോർട്ടാണ് ലുക്ല എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മലയിടുക്കുകളിൽ കൂടിയാണ് യാത്ര. ഭയങ്കര ചെറിയ ഫ്ലൈറ്റാണ്. അതിനകത്താണ് കുറച്ച് പേര് മാത്രം ഉള്ളൂ ആ ഫ്ലൈറ്റിനകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നാണ്ട് ലുക്ല ഫ്ലൈറ്റിൽ കയറാനുള്ള ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബോർഡിംഗ് പാസ്. അവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. ചെറിയൊരു ഫ്ലൈറ്റാണ്, താര എയറിൻ്റെയാണ്. പിന്നെ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത്രയും പേരിങ്ങനെ കയറാനായിട്ട് നിൽക്കുകയാണ്. കണ്ടോ ഈ സ്ഥലത്താണ്. ഇത്രയേ ഉള്ളൂ സ്റ്റേഷൻ എന്ന് പറയുന്നത്. രാംചേപ്പ് എന്ന് പറഞ്ഞ എയർപോർട്ടാണിത്. ചെറിയൊരു എയർപോർട്ട് കണ്ടോ, ഇത്രയേ ഉള്ളൂ. 2 ഫ്ലൈറ്റ് ഇവിടെ കിടക്കുന്നത് കാണുന്നുള്ളൂ. ചെറിയ ഫ്ലൈറ്റാണ്. നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വേൾഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു എയർപോർട്ടാണ് ലുക്ല എന്ന് പറയുന്നത്. 2019 ലാസ്റ്റിൽ അവിടെ ഒരു അപകടമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ല ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റാണ് ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നത് തന്നെ. അപ്പം നമ്മളിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എന്തായാലും ഈ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതുണ്ടോ, ഇതാണ് രാംചേപ്പ് എന്ന് പറഞ്ഞ എയർപോർട്ട്. ഇവിടെ 2 ഫ്ലൈറ്റ് കിടപ്പുണ്ട്. ഒന്ന് താര എയറിൻ്റെ, ആ കിടക്കുന്നത് താര എയറിൻ്റെ ആണ്. പിന്നെ അവിടെ വേറൊരെണ്ണം കിടപ്പുണ്ട്. എൻ്റെ പേര് എന്തോന്നറിയില്ല, കാണത്തില്ല. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റുമാണ് കിടക്കുന്നത്. ഞങ്ങൾക്കിവിടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഇതാണ് ബോർഡിംഗ് പാസ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സീത എയർ ആണ്. പക്ഷെ അതിവിടെ കാണുന്നില്ല. പിന്നെ ഒരു ഫ്ലൈറ്റ് അവിടെ അങ്ങ് ദൂരെ കിടപ്പുണ്ട്. അതും താര എയറിൻ്റെ ആണ്. നമുക്ക് വന്നിരിക്കുന്ന സീത എയർ എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. അത് ഇതുവരെ ഇവിടെ കാണുന്നില്ല. ടൈം 6:30 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് രാംചേപ്പ് എന്ന് പറഞ്ഞ എയർപോർട്ട്. നമുക്ക് കാഠ്മണ്ഡുവിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് രാംചേപ്പിലേക്ക് വന്നത്. പക്ഷേ എല്ലാവരും ഒന്ന് ഓർക്കണം, കാഠ്മണ്ഡുവിൽ കിട്ടുവാണ് അതായിരിക്കും ലുക്കിലേക്ക് പോകാൻ ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് രാത്രി 1 മണിയായപ്പോൾ തിരിച്ച് യാത്രയാണ്. രാവിലെ ഇപ്പം 5:45 ഇവിടെ എത്തിയത്. ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. ഭയങ്കര അതിഭീകരമായ ഒരു യാത്രയായിരുന്നു. ഹെയർ പിൻസാണ്, മൊത്തം ഹെയർ പിന്ന്, മൊത്തം വളവുകളാണ്. നമ്മളാകെ ടയേർഡാവും. ഒന്നാമത് ഉറങ്ങുന്നില്ല, വളവുകളൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ഭയങ്കര പാട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്കിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാൻ ശ്രമിക്കണം. നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഈ രാംചേപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാവുള്ളൂ. അത്രയ്ക്കും ദൂരമാണ്, ഭയങ്കര പാടാണ്. നമ്മൾ ആകെ ടയേർഡാവുകയും ചെയ്യുമേ. ഇവിടെ എല്ലാം ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈറ്റിൽ ഒരു 15-20 പേരമേ കയറ്റുള്ളൂ. ഇതാണ്ട് എൻ്റെ ഗൈഡ് താണ്ടി ഇവിടെ നിൽപ്പുണ്ടേ. ഇതാണെങ്കിൽ സുമിത് എയർ ആണ് കേട്ടോ. പിന്നെ ഇതിനകത്താണെങ്കിൽ ഒരു 13-14 അതിൽ കൂടുതൽ ആൾക്കാരെ കയറ്റില്ല, അത്രയും പേരേ ഉള്ളൂ. ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഇവർ വിളിച്ച് പറയും, ഇവരിങ്ങനെ അനൗൺസ് ചെയ്യും. അപ്പോൾ തന്നെ ഓടിപ്പോയി കയറുക. നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന പോലെ ഓടിപ്പോയി കയറുക ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു വലിയ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ബാഗൊന്ന് വെയിറ്റ് നോക്കും, അല്ലാണ്ട് നമ്മൾ വലിയ ചെക്കിങ് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാസ്പോർട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ കുറേ പേര് എടുപ്പുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് പോകാനുള്ളവരാണ്. അതുകൊണ്ട് എന്തായാലും
നല്ല രസമുണ്ട്. വലിയ തണുപ്പില്ല, കുഴപ്പമില്ലാത്ത ഒരു നല്ല ക്ലൈമറ്റാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ വേൾഡിലെ തന്നെ വെരി ഡേഞ്ചറസ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ ലുക്ല എന്ന് പറയുന്നത് 2019 ലാസ്റ്റ് അവിടെ അപകടങ്ങൾ ഉണ്ടായത്. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു എയർപോർട്ടാണ് ലുക്ല എന്ന് പറയുന്നത്. അത് വെതർ അനുസരിച്ച് മാത്രമേ നമുക്ക് ലുക്ലയിലേക്ക് ഫ്ലൈറ്റ് പോലും കിട്ടുള്ളൂ. വെതർ നോക്കിയാണ് അവരെടുക്കുന്നത്. രാവിലെ ഇത്ര സമയം കണ്ട് ലുക്ലയ്ക്ക് ഫ്ലൈറ്റ് പോലും ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ടാണേലും അങ്ങോട്ടാണേലും അതിങ്ങനെ ബസ് പോകുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ വലിയ വലിയ മലയിടുക്കുകളിൽ കൂടിയാണ് പോകുന്നത്. അരമണിക്കൂർ യാത്രയേ ഉള്ളൂ, പക്ഷേ അതൊരു അപാര യാത്ര തന്നെയാണ്. എന്തായാലും വെരി എക്സൈറ്റഡാണ് ഞാൻ. കാരണം നമുക്ക് ഇതുപോലൊരു ഫ്ലൈറ്റിൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എല്ലാവരും വന്നവരുടെ ലഗേജ് ബാഗുകളാണ് ഫ്ലൈറ്റിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതെല്ലാം ലഗേജ് ബാഗ്. മിക്കവരും എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, എവറസ്റ്റ് സ്പേസ് ക്യാമ്പ്, അന്നപൂർണ്ണ ഒക്കെ പോകുന്നവരുണ്ട്. ഇവിടെ നിൽക്കുന്നവരൊക്കെ കണ്ടോ, ഇവിടെ നിൽക്കുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലൈറ്റിലാണെങ്കിലേ സീറ്റ് നമ്പറും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിവിടെ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ചാടി കയറി അവിടെ പോയിരിക്കുക, ഏതെങ്കിലും സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റും. വെച്ചാൽ 13-15 പേർക്കും കണ്ട് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം പോയിരിക്കുന്നവർക്ക് മുൻഗണന അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന സീറ്റിൽ ഇരിക്കണമെന്നും അങ്ങനെയൊന്നും ഇല്ല. അവർ അനൗൺസ് ചെയ്യുമ്പോൾ ഓടിപ്പോയി ഇരിക്കുക, അത്രേ ഉള്ളൂ നമുക്ക്. അല്ലാണ്ട് ഇതിനകത്ത് സീറ്റ് നമ്പർ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആദ്യമായിട്ടോ ഈ ഒരു ആദ്യമായിട്ടാണ് നമ്മളിങ്ങനൊരു ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാഠ്മണ്ഡുന്ന് വരുവാണെങ്കിൽ, കാഠ്മണ്ഡുന്നാണ് ഈ ഫ്ലൈറ്റിന് ലുക്കിലേക്ക് പോകുന്നതെങ്കിൽ ഒരു 25-30 മിനിറ്റ്സ് എടുക്കും. പക്ഷേ ഇവിടുന്ന് രാംചേബയിൽ നിന്നാണെങ്കിൽ 15 മിനിറ്റ്സ്, ഓൺലി 15 മിനിറ്റ്സേ ഉള്ളൂ. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ലുക്കിലെത്തും. വലിയ മലയുടെ ഇടുക്കുകൾ കൂടി പോകുന്ന ഫ്ലൈറ്റാണ്. പക്ഷേ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓരോ മലകൾ നമ്മൾ പേടിപ്പെടുത്തുന്ന പോലത്തെയാണ്. പക്ഷെ ലുക്ലയിലോട്ട് ചെന്ന് ഇറങ്ങുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അത്രയും ഉള്ളെന്നാണ് അറിഞ്ഞേക്കുന്നത് ലുക്ല എന്ന് പറഞ്ഞ എയർപോർട്ട്. എന്തായാലും നമുക്ക് പോകുമ്പോൾ കാണാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. ഒത്തിരി പേര് നിൽക്കുകയാണ് ഇവിടെ. പ്രായമുള്ളവരും പല സ്ഥലങ്ങളിലും പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്, ഫോറിനേഴ്സുണ്ട്, ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇതുണ്ട്, എല്ലാവരും ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത്, അതിൻ്റെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ചെറിയൊരു സ്റ്റാൻഡ് അത്രയേ ഉള്ളൂ കേട്ടോ. ഫ്ലൈറ്റ് വരാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. സെക്യൂരിറ്റി ചെക്കൊക്കെ വെളിയിൽ മുറ്റത്തൊക്കെ നിന്നിട്ടായിരുന്നു സെക്യൂരിറ്റി ചെക്ക് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് അത് കേട്ടോ. എല്ലാവരും കോഫിയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മേടിച്ചില്ല. ഇവിടെ നിൽക്കുന്നവർ കൂടുതൽ ആൾക്കാർ ഔട്ട് ഓഫ് കൺട്രിയാണ്. മലയാളികളായിട്ട് ആരും ഇവിടെ നിങ്ങൾ കാണാനില്ല. എല്ലാം വേറെ രാജ്യത്തു നിന്നൊക്കെ വന്ന് ഫോറിനേഴ്സുണ്ട്, പിന്നെ വേറെ ഓരോ രാജ്യത്തു നിന്നൊക്കെ ഉള്ളവരുണ്ട്. മലയാളികൾ ആരെയും ഇവിടെ കാണുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഫ്ലൈറ്റ് വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ടേ ആലു പൊറോട്ട ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർ നമുക്ക് പൊതിഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കുക, വിശക്കുന്നു. എന്തായാലും ഫ്ലൈറ്റ് വരാൻ ലേറ്റ് ആവും. താര എയറിൻ്റെ ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കുമേ. നമ്മളിവിടെ നോക്കിയാലേ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തിട്ട് ഗേറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഓടി കയറത്തില്ലേ, അതേപോലെ ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ ഓട്ടിയാണ് കയറുന്നത് അങ്ങോട്ട്. ഉണ്ടോ ഇപ്പം ആ ഫ്ലൈറ്റ് എടുക്കും. ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ആൾക്കാർ ഓട്ടിക്കയറുമായിരുന്നു അതിനകത്തോട്ട്.
നമ്മൾ ആ കാണുന്ന ഫ്ലൈറ്റും എടുക്കാൻ പോകണേ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. बोला मैं आओ देखे बोला कि मैं आओ जो വിജനമായ സ്ഥലം കണ്ടോ. ഇവിടെ ഒരൊറ്റ ഫ്ലൈറ്റ് ഇല്ല കേട്ടോ. വന്ന 3 ഫ്ലൈറ്റും പോയി. എൻ്റേത് സീതായറാണ്, അത് ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നതിന് ശേഷം വേണം പോകാൻ. ഇവിടെ ഇനി കുറച്ച് പേരും കൂടെ ഉണ്ട്. ഓരോ ഫ്ലൈറ്റും പോകുന്നത് കാണുമ്പോൾ പേടിയാവും. ഒരൊറ്റ പോക്കാണ് പോകുന്നത്, ഭയങ്കര സൗണ്ടും. ഇതായിരുന്നേ രാംചേപ്പ് എയർപോർട്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം. ഇവിടെ നമ്മൾ ഡിപ്പാർച്ചർ ഇവിടെയാണ്, അറൈവൽ ഇവിടെ. ഇവിടെ നിന്ന് ഇനി സീതാ എയർലൈൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, അവിടെ പോയി നിൽക്കണം. നമ്മൾ ബസ് കാലത്ത് നിൽക്കുന്നത് പോലെ കണ്ടോ, 2-3 പേര് നിൽക്കുന്നത്. അതുപോലെ നമ്മളിനി അവിടെ പോയി നിൽക്കണം. ഒരു ടിക്കറ്റ് നോക്കിയിട്ട് നമ്മളെ പറഞ്ഞു വിടും. അപ്പോൾ ഇനി അടുത്ത സീതാ എയർ ആയിരിക്കും വരുന്നത്. ഇവിടെ വേറെ ഫ്ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്ന പോലെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ വരുമായിരിക്കും ഫ്ലൈറ്റ്. നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി തോന്നുന്നുണ്ട്. ലഗേജ് എല്ലാം എടുത്ത് അവിടെ ഒരു ഇത് കണ്ടോ, ഒരു ട്രോളി പോലത്തെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അവിടെ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് കാണാം കണ്ടോ. അവിടെ നല്ലതായിട്ട് നമുക്ക് സൂര്യൻ ഉദിച്ച് വന്നിരിക്കുന്ന കാണാം. ഇതൊക്കെ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ പോകാനുള്ളവരാണേ. കണ്ടോ, ഈ ഒരു എയർപോർട്ട് കണ്ടോ, ഇത് ഇച്ചിരി കൂടെ വലുതാണ്. നമ്മളിനി പോയി ഇറങ്ങാൻ പോകുന്ന എയർപോർട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അത്രയും പോലും ഇല്ലാത്തൊരു എയർപോർട്ടാണത്. ലുക്ല എന്ന് പറയുന്നത്. ഭയങ്കര പേടിച്ചിരിക്കുകയാണ് ഞാനിപ്പം. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു, കാരണം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ലുക്ലയുടെ എയർപോർട്ടിൻ്റെ ഇടിച്ച് എന്നിറങ്ങുന്ന പോലെയാണ് ഇറങ്ങുന്നതൊക്കെ. എന്തായാലും ഊഞ്ഞാലാടുന്ന പോലെ ആടുമെന്നൊക്കെയാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നോക്കാം.
എന്തായാലും നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടിയല്ലോ, ട്രൈ ചെയ്യാം. തന്നെ ഉണ്ടോ, സീതാ എയർ വന്നു. ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇതിനകത്തുനിന്ന് ഇനി ആളൊക്കെ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതാ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോണേ. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും എന്താ വരികയാണ്. ഏതാണ്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണേ. ഓ, നെഞ്ചി കിടന്ന് ഇങ്ങനെ പളവടന്നിരിക്കുന്നു. ഏത് കയറുന്ന സ്ഥലമൊക്കെ കണ്ടോ? അല്ലേ ശുഭക്ക, നമസ്തേ. തലയൊക്കെ ഇടിക്കും കേട്ടോ. ചെറിയൊരു ഫ്ലൈറ്റാണേ. ഇതാണ് പൈലറ്റ് ഇരിക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലാണ് പൈലറ്റ് ഇരിക്കുന്നത്. കണ്ടോ, ഒരു കട്ടൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കണ്ടോ, പൈലറ്റ് ഇരിക്കുന്നുണ്ടോ? പൈലറ്റാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരനാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പുള്ളിക്കാരൻ. കട്ടം മാത്രമേ ഉള്ളൂ. തല ഇരിക്കുന്നു മേളിൽ നിൽക്കാനൊന്നും പറ്റില്ല പ്രോപ്പറായിട്ട്. ഇവിടെ ഉണ്ട് രണ്ടുപേരും അങ്കിളും ഒരു പ്രായമുള്ള രണ്ടുപേരും അണ്ടിപ്പുറത്തിരിക്കുന്നു. ഓരോ അപ്പുറത്ത് ഇപ്പുറം ഓരോ സീറ്റ് വെച്ചേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരും മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കീപ്പ് ചെയ്യണം.
മലയിടിച്ച് നമ്മൾ താഴെ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ലതായിട്ട് ഊഞ്ഞാല് പോലായി ഫ്ലൈറ്റ് നമുക്ക് ആടുന്നത്. ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് എത്ര പേടി ഇല്ലാത്തവരാണെങ്കിൽ പോലും ഇതിനകത്ത് കയറി എന്തായാലും പേടിക്കും. ദൈവമേ എന്നൊന്ന് വിളിച്ചു പോലും പോകും. അത്രയ്ക്കും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് സൈഡിലോട്ട് നോക്കി ഈ ഫ്ലൈറ്റ് നമ്മൾ ചരിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ദൈവത്തെ വിളിച്ചു പോകും. ഞാൻ ജീവനോട് ഉണ്ടോന്ന്. കാരണം ആടി ഉറഞ്ഞ് എന്താ പറയുക, പിന്നാലൊക്കെ ആടുന്ന പോലെ ഇങ്ങനെ ആടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വരുന്ന താഴോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ താങ്ക് യു. അടുത്ത കയറാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇതാണ് ലുക്ല എയർപോർട്ട്. അങ്ങനെ ജീവനോട് തിരിച്ചിവിടെ എത്തി. അതാ പൈലറ്റുമാരായിരുന്നു ഞങ്ങളെ ജീവനോട് ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിതാ ലുക്ല എയർപോർട്ടിലെത്തി. അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഫ്ലൈറ്റിലായിരുന്നു വന്നത്. ഭയങ്കര സൗണ്ടാണ് ഫ്ലൈറ്റിന്. എന്തായാലും ഒന്ന് കയറിയത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കയറിയിരുന്നു. കാരണം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടിൽ എയർക്രാഫ്റ്റ് വന്ന് ഇറങ്ങാൻ ഈ എയർപോർട്ട് തന്നെ ഉണ്ടല്ലേ. വളരെ ചെറിയ എയർപോർട്ടാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡിൽ അത്ര ഉള്ളത് ഈ ഒരു എയർപോർട്ട് പറയുന്നത്.
ഇവിടെയൊക്കെ ഏതോ ഹോട്ടലിന് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ ലൈവായിട്ട് ഈ ഏതോ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ക്യാമറ ഉണ്ട്. നമ്മൾ ലൈവ് ലുക്ല ലൈവ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നമ്മൾ വന്ന് ഇറങ്ങുന്നതും ഈ ഫ്ലൈറ്റ് വരുന്നതും ഒക്കെ. അങ്ങനെതാ സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. ഇതാണ് ലുക്ല എയർപോർട്ട്. കണ്ടോ, ഇതാണ് ഈ ചെറിയൊരു എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഫ്ലൈറ്റ് ഒന്നുമില്ല. ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് തിരിച്ചു പോയി, ആളെ കയറ്റിക്കൊണ്ട് തിരിച്ചു പോയി. ഇപ്പോൾ ഒന്നും വരുന്നില്ല. ഒരു ചെറിയൊരു എയർപോർട്ട് കണ്ടോ. ഇവിടെ പ്രെയർ വീലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് കറക്കിയിട്ടൊക്കെ പോകാമേ. അങ്ങനെ ലുക്ല എയർപോർട്ടിലെത്തി. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ലുക്ല ഫ്ലൈറ്റിൽ വന്നിറങ്ങിയത്. എന്തായാലും എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഈ ഇങ്ങനൊരു എയർപോർട്ടിൽ വന്നിറങ്ങി, ഇത്രയും ചെറിയൊരു എയർക്രാഫ്റ്റിൽ വന്നിറങ്ങിയത് തന്നെ. ഇനി നമുക്ക് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.